സർ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ SFI കടുത്ത പ്രതിഷേധം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. ഇപ്പോഴും ചിലയിടങ്ങളിൽ പ്രതിഷേധം തുടരുന്നുണ്ട്. പക്ഷേ കൊല്ലത്ത് നിന്നുമാണ് SFI പ്രതിഷേധത്തിനിടയിൽ നിന്ന് ചിന്താ ജെറോം ഉൾപ്പെടെ പങ്കെടുത്ത പ്രതിഷേധത്തിൽ നിന്ന് വേറിട്ട ഒരു ശബ്ദം നമ്മൾ കേട്ടത്. വളരെ മോശമായ ഭാഷയുടെ ശബ്ദമായിരുന്നു അത്. കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ പോലും കേട്ടിരിക്കാനോ കണ്ടിരിക്കാനോ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ശബ്ദം. ഇത്തരം ശബ്ദങ്ങൾ SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഖേദകരം. എന്തുകൊണ്ടായിരിക്കാം ഈ രീതിയിലേക്ക് SFI അധപ്പതിക്കുന്നത്? ഇവിടെ വീണ ജോർജിന്റെ ഡിപ്പാർട്ട്മെന്റിലുണ്ടായ പ്രശ്നത്തിന്റെ പ്രതിഷേധമായി KSU കരിങ്കൊടി കാട്ടി. ആ കരിങ്കൊടി കാട്ടുന്ന സമയത്ത് ഈ കരിങ്കൊടി കാട്ടുമെന്ന് ഈ മന്ത്രിക്കും ഇവിടുത്തെ പോലീസ് സേനയ്ക്കും അറിയാവുന്ന സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ട തരത്തിലുള്ള പ്രതിരോധം അവർ ചെയ്യേണ്ടതാണ്. അതിൽ അവർക്ക് പറ്റിയ പാകപ്പിഴയുടെ പിഴവിൽ കൂടിയ അവരുടെ അടുത്ത് 2-3 ആൾക്കാർ ചെന്ന് അടുത്ത് ചെന്ന് മുട്ടി നിന്നുകൊണ്ട് കരിങ്കൊടി കാണിച്ച ഒരു സീനും ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും പോയിട്ടില്ല. അവിടെ ചെന്ന് കരിങ്കൊടി കാട്ടി അതിന്റെ ഭാഗമായിട്ട് തർക്കം നടത്തുന്നത്, അതായത് മന്ത്രി ആക്രോശിക്കുന്ന വാചകങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ആ വീഡിയോയിൽ. അപ്പോ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം വരുമ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കുന്ന ഒരു മന്ത്രിക്ക് ഭൂഷണമാണോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം അവിടെ ഉള്ളത്. പ്രതിഷേധം കാണിച്ചു ഉണ്ടാതെ അവിടെ നിന്ന് പോയാൽ പോരെ, അതിനെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുന്നു. പിന്നീട് ഒരു കൂട്ടം വരുമ്പോ എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് ഒരു വീഡിയോ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. എന്തൊക്കെ ആയാലും ഈ പ്രതിഷേധം ഇവിടെ ഒരു കൂട്ടർ ഭരിക്കുമ്പോൾ മറ്റേ കൂട്ടർ പ്രതിഷേധം ഇവിടെ കാണിക്കാറുണ്ട്. അപ്പോഴൊക്കെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാറിന് കല്ലെറിഞ്ഞു പരിക്ക് പറ്റി നെറ്റത്ത് പ്ലാസ്റ്റർ ഇട്ട് നടന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് 2 ദിവസം ഒന്നും ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. പിന്നെ എന്താണ് നമ്മുടെ ഷാഫി എന്ന് പറയുന്ന വിദ്വാൻ ഏതോ ഒരു തിരക്കിൽപ്പെട്ട് മൂക്കിന്റെ പാലം മാറ്റി വെച്ചു എന്ന് പറഞ്ഞു കേട്ടു. യാതൊരു മുഖത്ത് ഒരു ക്ലീനിങ് ഒന്നും ചെയ്യാത്ത സർജറി നടത്തി. അത് കഴിഞ്ഞ് വീൽ ചെയറിൽ വന്നിട്ട് പിറ്റേ ദിവസം വലിയൊരു പബ്ലിക് ഫംഗ്ഷനിൽ പോയി പ്രസംഗിക്കണമെന്ന് നമ്മൾ കണ്ടു. എന്തിനാണ് ഈ നാടകങ്ങൾ? നിങ്ങൾ നാടകം കളിച്ചോ. പക്ഷേ ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇന്നലെ SFI റോട്ടിൽ ഇറങ്ങിയിട്ട് അവരിന്നലെ പറഞ്ഞ മുദ്രാവാക്യം, തന്തയില്ലാതെ നേരത്തെ തന്ത കാട്ടിയ അവിവേകം, അതാ ആരോടാ പോരുകളി, ആരോടാ പോരുകളി. എനിക്കിതൊന്നും മനസ്സിലായില്ല. എന്താണ് ഈ SFI പറഞ്ഞതെന്ന്? അതായത് തന്തയില്ല നേരത്തെ തന്ത കാട്ടിയ അവിവേകം, അതിന്റെ പേരാ SFI. എന്തതിന്റെ അർത്ഥം എനിക്ക് പിടികിട്ടില്ല എത്ര ആലോചിച്ചിട്ടും. അപ്പൊ തന്തയില്ലാത്തവരെ അത് കേൾക്കുമ്പോ SFIക്കാരെന്നല്ലേ അർത്ഥം. അതിന്റെ തന്ത കാട്ടിയ അവിവേകം എനിക്ക് മനസ്സിലായില്ല എന്താ അവർ പറഞ്ഞതെന്ന്. ഇതേ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് നമ്മൾ മുന്നേ കേട്ടത്. അവിലും മലരും കുന്തിരക്കും കരുതിയിരുന്നോ എന്ന് പറഞ്ഞത്. അതും ഇതിന്റെയൊക്കെ ആ ഒരു ടോൺ ടേസ്റ്റ് ഒരേമാതിരിയാ. അതായത് പിന്നെ വേറെന്ത് കേട്ടു, അമ്പലമുറ്റ കെട്ടിത്തൂക്കും. അപ്പൊ ഇതിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെല്ലാം സെയിം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാരണമാണ് ഈ ഒരേ ടേസ്റ്റിലുള്ള മുദ്രാവാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, അത് KSU ആയാലും SFI ആയാലും വേണ്ടില്ല, ABP ആയാലും ആരായാലും വേണ്ടില്ല, നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് അക്രമ രൂപത്തിലോ അല്ലെങ്കിൽ അൺകൾച്ചേർഡ് വാചകങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടോ അല്ല നമ്മുടെ പ്രതിഷേധം. ഇപ്പൊ ഇന്നലെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് സതീശൻ നടത്തുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്ലക്കാർഡുകളും ബാനറുകളും റോഡ് മുഖാന്തരം വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഹൈക്കോടതി ഓർഡർ ഉള്ളതാണ് ഈ പ്ലക്കാർഡുകൾ വെക്കുന്നതും ബാനറുകൾ അനാവശ്യമായി സ്ഥാപിക്കുന്നതും ഒക്കെ. അതും എന്തോ ഒരു പദാർത്ഥത്തിലുള്ളത് പാടു എന്നൊക്കെ ഉണ്ട്. അതിനൊക്കെ മറികടന്നുകൊണ്ട് കോടതിയിനൊക്കെ വെട്ടിച്ചുകൊണ്ടാണ് ഈ ബാനറുകളും ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ആ ബാനറുകൾ അതിനൊക്കെ ഒരുപാട് പൈസ ചെലവുള്ളതാ. അതൊക്കെ ഇന്നലെ SFIക്കാര് നടന്ന് നശിപ്പിച്ച് കളയുന്ന വീഡിയോ നമ്മൾ TV യിലും പബ്ലിക് മീഡിയയിലൊക്കെ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഒരു പ്രത്യേക അവസ്ഥയിലേക്കല്ലേ ഇനി പോവാ. ഇവിടെ എന്താണ്, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു കത്രിക കണ്ടു, അതിന് എതിരെ അവരും പറഞ്ഞു ഇത് കോവിഡ് കാലത്ത് സംഭവിച്ച ഒരു കുറ്റാണെന്ന് അവര് പറഞ്ഞു. അതിന്റെ അത് ഒരുവിധം സോൾവ് ആയിട്ടുണ്ട്. എന്നാലും ആ തെറ്റിനെതിരെ പ്രതിഷേധിക്കുന്നത് ഈ രീതിയിലാണോ എന്നാണ് എന്റെ ചോദ്യം. ഇത് ഒരു ഇനി ഇതിനെ എതിർക്കാൻ വേണ്ടി മറ്റൊരു ഇറങ്ങില്ലേ, ഇവര് പരസ്പരം മുട്ടുക. പക്ഷെ ഇത് ഇത്രയും ശക്തമാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കസേര പിടിക്കേണ്ട സമയമായി, അധികാര കസേര പിടിക്കേണ്ട സമയമായപ്പോ അതിനുള്ള വെല്ലുവിളികളും ആസൂത്രണങ്ങളുമാണ് ഇവര് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കാരണമാണ് വീണ ജോർജിന്റെ പെരടിക്ക് ഇത്ര വേദന വന്നതും ഷാഫി പറമ്പിലിന്റെ മൂക്കിൽ വേറെ പാലം പണിയേണ്ടി വന്നതും. ഇതൊക്കെ ഈ അധികാര കസേര ഇപ്പൊ റെഡിയായി വരികയാണ് കസേര പിടിക്കാൻ വേണ്ടിയിട്ട്. ആ കസേര പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പേക്കൂത്തുകളാണ് ഈ മുദ്രാവാക്യവും ഈ പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ SFI ഈ രീതിയിൽ അക്രമ സ്വഭാവമുള്ള അല്ലെങ്കിൽ അശ്ലീല ചുവയുള്ള ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. പൊതുമധ്യത്തിൽ റോഡിലൂടെയാണ് ഇവർ ഇത്തരം മുദ്രാവാക്യങ്ങളുമായി കടന്നു പോകുന്നത്. നിയമപരമായി ഇതിനെ എങ്ങനെ നേരിടാം എന്നതാണ് ചോദ്യം. അല്ലെങ്കിൽ സർക്കാർ എന്തായാലും ഇത് കണ്ടില്ലെന്ന് നടിക്കാനാണ്. സമൂഹത്തിൽ പൊതുസമൂഹത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ശല്യമാകുന്ന രീതിയിലേക്ക് SFIയുടെ ഇത്തരം മുദ്രാവാക്യങ്ങൾ മാറുന്നില്ലേ? ഇതിന് നിയമപരമായി എങ്ങനെ നേരിടാൻ സാധിക്കും? തീർച്ചയായിട്ടും ഇന്നലത്തെ മുദ്രാവാക്യം മാധ്യമങ്ങളില് സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിക്കായിട്ട് ആ മാർച്ച് പാസ്റ്റുമോ മുദ്രാവാക്യം വിളികളൊക്കെ വന്നതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോഴ്സ് ഇതിൽ ഇടപെട്ടുകൊണ്ട് ശക്തമായിട്ട് FIR എഴുതി കേസെടുത്ത് ആ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. ഇനി ഭരണകൂടത്തിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന സേന ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടുത്തെ ഹൈക്കോടതിക്ക് ഇതിൽ ഇടപെടാം. ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചതിന് ആ കോടതി ഇടപെട്ടുകൊണ്ട് ആക്ഷൻ എടുക്കാൻ പറയാം. അങ്ങനെ ഇതിന് ഒരുപാട് നിയമപരമായിട്ട് പലതും ചെയ്യാനുണ്ട്. ഇത് ഇനി ആരും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ ഇടപെടേണ്ടതാണ്. കാരണം ഇവിടെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, അതും ഈ പറയുന്ന ലേഡി എന്നാണ് ചിന്ത ജെറോം, ഇവരെ ഞാൻ മനസ്സിലാക്കുന്ന ആദ്യമായിട്ട് പൈസ ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ഉണ്ടാക്കുന്നു. എന്താ കമ്മീഷന്റെ പേര്? യൂത്ത് കമ്മീഷൻ. ആ യൂത്ത് കമ്മീഷന്റെ ആദ്യത്തെ ഈ പൈസ ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു കമ്മീഷൻ. ആ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ചിന്ത ജെറോം. അവരാണ് ആ കമ്മീഷന്റെ ലക്ഷക്കണക്കിനുള്ള സാലറി ഒക്കെ ഫിക്സ് ചെയ്ത് അത് മുഴുവൻ എഴുതിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് 2 കൊല്ലത്തെ കാലാവധി കഴിഞ്ഞപ്പോ. അത്തരത്തിൽ യൂത്ത് മൂവ്മെന്റിന് ഒരു മാതൃകയായി മാറി നടക്കേണ്ട ഒരു വനിത ഇത്തരത്തിലുള്ള പച്ചത്തെറി വിളിച്ചു പറഞ്ഞുകൊണ്ട് പബ്ലിക്കായി നടക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഇവിടെയുള്ള സേന അല്ലെങ്കിൽ കോടതി ഇടപെട്ടുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ നടത്തി അവരിൽ നിന്ന് വിശദീകരണം നടത്തി അത് അവർ ചെയ്ത തെറ്റിന് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുകയും വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും SFI കഴിഞ്ഞ ദിവസം നടത്തിയ സമരം അല്ലെങ്കിൽ പ്രതിഷേധം, അതിനിടയിൽ ഉണ്ടായ മുദ്രാവാക്യം സാർ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് SFI ഈ രീതിയിൽ പെരുമാറുന്നു എന്നത് കണ്ട് പലരും അന്തർന്നിരിക്കുകയാണെന്ന് വേണം കരുതാൻ. വളരെ നിലവാരം കുറഞ്ഞ തരം താഴ്ന്ന ചില മുദ്രാവാക്യങ്ങളാണ് SFI ഉടനീളം ഉപയോഗിച്ചത്. ചിന്താ ജെറോമിനെ പോലെയുള്ളവരാണ് അതിന് നേതൃത്വം നൽകിയത് എന്നതാണ് രസകരം. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.